നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നോക്കുകയെ, ഒരു സ്വർഗമുണ്ടെന്നും ഈ ലോകം അവസാനിക്കുമെന്നും സ്വർഗത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സ്വർഗീയ പ്രവേശനത്തിലേക്ക് അവൻ നമ്മളെ വിളിക്കുമ്പോൾ യേശുക്രിസ്തു താൻ വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് നിങ്ങൾക്ക് തരും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്കൊരു ഭവനം ഒരുക്കുവാൻ അത്ര ഞാൻ പോകുന്നത്. ആകിയാൽ നോക്കുവിന്, നമുക്കൊരു നിത്യമായിരിക്കുന്ന ഭവനം സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ പരിശുദ്ധനോട് വാസം ചെയ്യേണ്ടതിന് നമ്മുടെ പാപമോചനം ആവശ്യമായതുകൊണ്ട് ആ ലോകസ്ഥാപനത്തിന് മുമ്പ്, ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ പാപപരിഹാരമായിട്ട് തന്റെ പുത്രനെ ക്രൂശിൽ തറയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇതാകുന്നു പ്രിയപ്പെട്ട യാഗം, പാപമോചനം എന്ന് പറയുന്നത് ഇതാകുന്നു. ആ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ആ കാൽവറി ക്രൂശിലേക്ക് കടന്നു പോകുകയും അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ ഗോൽഗോഥ മലമുകളിലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ ഭൂതാണിമേൽ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിക്കുവാനും ഇടയായി.